കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. ഇന്ത്യയിലെ കോൺഗ്രസിനെ നയിക്കുന്നവരിൽ ഒരാളാണ് കെ.സി. വേണുഗോപാൽ. ആർക്കും തർക്കമുണ്ടാകില്ല. കേരളത്തിൽ അവസാന നിമിഷം വരെ മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ച ആളുകൂടിയാണ്. മുസ്ലിം ലീഗിനെ രംഗത്തിറങ്ങി വി.ഡി. സതീശൻ കെ.സി. വേണുഗോപാലിനെ വെട്ടി നിരത്തി. ഹൈക്കമാൻഡിനെയാണ് വെട്ടിനിരത്തിയത് എന്നോർക്കണം. പക്ഷേ കെ.സി. വേണുഗോപാൽ താഴ്ന്നില്ല. അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് എത്തി. എന്തിനാണ് ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്? മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ മന്ത്രിമാരെ നിശ്ചയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. KPCC പ്രസിഡന്റുമായും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായും ഒക്കെ ആലോചിച്ച് തീരുമാനമെടുക്കാം. UDF നേതാക്കളുമായി ചർച്ച നടത്തി മന്ത്രിമാർ ആരൊക്കെയാണ്, എത്ര മന്ത്രിമാരെ നൽകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാം. കേരളത്തിലെ മന്ത്രിമാരെ നിശ്ചയിക്കാൻ AICC ജനറൽ സെക്രട്ടറി കേരളത്തിലേക്ക് വരേണ്ടതുണ്ടോ? വരേണ്ടതില്ല. കാരണം ദില്ലിയിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാവുന്നതേയുള്ളൂ. പക്ഷേ കെ.സി. വേണുഗോപാൽ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തു. എങ്ങനെയാണ് അദ്ദേഹം എത്തിയത് എന്നോർക്കണം. തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ എത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നു. സാധാരണ അങ്ങനെ ഉണ്ടാകാറില്ല. ഇത്തവണ എന്തിനാണ് കെ.സി. വേണുഗോപാലിനെ സ്വീകരിക്കാൻ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വിമാനത്താവളത്തിലെത്തിയത്? അതിൽ ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തി, വീട്ടിൽ താമസിക്കുന്നു. അദ്ദേഹത്തെ കാണാൻ എന്ന് വെച്ചാൽ കെ.സി. വേണുഗോപാലിനെ കാണാൻ MLA മാർ പോകുന്നു, സംസാരിക്കുന്നു. കെ.സി. വേണുഗോപാലിനെ കാണാൻ MLA മാർ നേരിട്ടെത്തുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. മുതിർന്ന കോൺഗ്രസ് നേതാക്കളും MLA മാരുമാണ് എത്തുന്നത്. അതിൽ സണ്ണി ജോസഫുണ്ട്, KPCC പ്രസിഡന്റുണ്ട്, ബിന്ദു കൃഷ്ണയുണ്ട്. എന്ന് വെച്ചാൽ ആരൊക്കെ മന്ത്രിമാരാകണം എന്ന് തീരുമാനിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തുന്നു കെ.സി. വേണുഗോപാൽ എന്നർത്ഥം. ഒരു ഘട്ടത്തിൽ വി.ഡി. സതീശൻ കെ.സി. വേണുഗോപാലിനെ വീട്ടിലെത്തി സന്ദർശിക്കുന്നു, അടച്ചിട്ട മുറിയിൽ സംസാരിക്കുന്നു, തിരിച്ചു പോകുന്നു. അതിനു മുമ്പ് വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലയെ കാണുന്നു, ചർച്ച നടത്തുന്നു. രമേശ് ചെന്നിത്തലയെ കാണാൻ കെ.സി. വേണുഗോപാൽ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തുന്നു. അതിനുശേഷം സന്ദർശനത്തിന് ശേഷം അവർ സംസാരിച്ചതിന് ശേഷം കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞ ഒരു കാര്യവും കൂടിയുണ്ട്. അതും കൂടി കേൾക്കാം. RC എന്താഗ്രഹിക്കുന്നു അതുണ്ടോ? അതൊക്കെ പാർട്ടി ഹൈക്കമാൻഡ് ഫൈനലായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. RC എന്താണോ വിചാരിക്കുന്നത് അത് നടക്കും എന്ന് പറയുന്നത് കെ.സി. വേണുഗോപാൽ, AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി. RC എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ടായിരുന്നു, നടന്നില്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം, അത് നടന്നു. 2 പേരെ മന്ത്രിയാക്കണമെന്നാണ് RC രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുന്നത്, അതും നടക്കും എന്നാണ് അറിയുന്നത്. IC ബാലകൃഷ്ണനെ വയനാട്ടിൽ നിന്നും അൻവർ സാദത്തിനെ എറണാകുളം ജില്ലയിൽ നിന്നും മന്ത്രിയാക്കണം എന്നാണ് ആവശ്യം, അതും നടക്കും എന്നാണ് അറിയുന്നത്. എന്ന് വെച്ചാൽ RC വിചാരിച്ചത് നടക്കുന്നു. കെ.സി. വേണുഗോപാൽ പക്ഷത്തിൽ നിന്ന് ആരൊക്കെ മന്ത്രിയാകണം എന്ന് തീരുമാനിക്കുന്നു. ഇത് കേരളത്തിൽ പുതിയൊരു പവർ ഗ്രൂപ്പിൻ്റെ ഉദയമാണ്, അധികാര കേന്ദ്രത്തിൻ്റെ ഉദയമാണ്. കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഉൾപ്പെട്ട അധികാര കേന്ദ്രം. ഒരു സംശയവും വേണ്ട, വി.ഡി. സതീശന് ഭരണം അത്ര സുഗമമായിരിക്കില്ല. ആ മുന്നറിയിപ്പ് കെ.സി. വേണുഗോപാൽ നൽകുന്നുണ്ട്. അദ്ദേഹം ഒറ്റയാനെ പോലെ നിൽക്കുന്നു. ചുറ്റും കെ.സി. വേണുഗോപാലിൻ്റെ അനുയായികളാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തലയുമുണ്ട് തൊട്ടടുത്ത് തന്നെ. എല്ലാ കാലത്തും മുസ്ലിം ലീഗിൻ്റെ പിന്തുണ കെ.സി. വേണുഗോപാലിന് കിട്ടും എന്ന് പ്രതീക്ഷിക്കേണ്ട. അവിടെയുണ്ട് P.K. കുഞ്ഞാലിക്കുട്ടി. P.K. കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോൾ ഗത്യന്തരമില്ലാതെ വി.ഡി. സതീശനെ പിന്താങ്ങേണ്ട അവസ്ഥയാണുള്ളത്. കാരണം മുസ്ലിം ലീഗിലെ ഭൂരിപക്ഷം പ്രവർത്തകരും നേതാക്കളും വി.ഡി. സതീശനോടൊപ്പം നിൽക്കുന്നു. വർഗീയതയ്ക്കെതിരെ, വെള്ളാപ്പള്ളി നടേശനെതിരെ കരുത്തുറ്റ നിലപാടെടുത്ത നേതാവ് എന്ന നിലയിൽ മുസ്ലിം ലീഗിൻ്റെ അണികൾ വി.ഡി. സതീശനോടൊപ്പമാണ്. ഇപ്പോൾ ഒന്നും ചിന്തിക്കാൻ കഴിയില്ല P.K. കുഞ്ഞാലിക്കുട്ടിക്ക്. മെല്ലെ P.K. കുഞ്ഞാലിക്കുട്ടി ഒരു സംശയം വേണ്ട, കളം മാറി ചവിട്ടും. ആ കളം കെ.സി. വേണുഗോപാലിൻ്റെ കളമായിരിക്കും, ആ കളം രമേശ് ചെന്നിത്തലയുടെ കളമായിരിക്കും. അതുകൊണ്ട് ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും, ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടാൽ വി.ഡി. സതീശന് അധികകാലം കേരളത്തിൽ മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയില്ല. ഒരു സംശയമില്ലാതെ പറയാം, 1-2 വർഷത്തിനിടയിൽ തന്നെ നേതൃമാറ്റം ഉണ്ടാകും. അത് ആര് നയിക്കുമെന്നത് മറ്റൊരു ചോദ്യമാണ്. അത് ചിലപ്പോൾ ലോക്സഭ തെരഞ്ഞെടുപ്പ് വരെ നീണ്ടു നിന്നേക്കാം,
ചിലപ്പോൾ അതിനു മുന്നേ സംഭവിച്ചേക്കാം. എന്തായാലും കേരളത്തിൽ ഒരു അധികാര കേന്ദ്രം രൂപപ്പെട്ടു വരുന്നു. അത് കെ.സി. വേണുഗോപാലിനെ ചുറ്റിപ്പറ്റിയാണ്. കെ.സി. വേണുഗോപാൽ നാളെ AICCയുടെ വർക്കിംഗ് പ്രസിഡന്റ് വരെ ആകാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും അധികാരമുള്ള നേതാവായി മാറും കെ.സി. വേണുഗോപാൽ. കേരളത്തിലെ കോൺഗ്രസിനെ കൈപ്പടിയിൽ ഒതുക്കാൻ നല്ല നീക്കങ്ങൾ നടത്തും കെ.സി. വേണുഗോപാൽ എന്ന കാര്യം സംശയമില്ല. അതോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഉണ്ടാകും രമേശ് ചെന്നിത്തലയും. പക്ഷേ വളരെ വേഗം തന്നെ മുസ്ലിം ലീഗും കളം മാറി ചവിട്ടാൻ സാധ്യതയുണ്ട്. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വാർത്തകൾക്ക് വലിയ ക്ഷാമമുണ്ടാകില്ല. വരും ദിവസങ്ങളിൽ കലങ്ങി മറിയുക തന്നെ ചെയ്യും UDF രാഷ്ട്രീയം എന്ന് വ്യക്തമാണ്. കോൺഗ്രസ് നേതാക്കളുടെ ഓരോ നീക്കവും അതിൽ നിന്ന് നമുക്ക് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. ആ സൂചനകളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ VD സതീശൻ്റെ ഭാവി അത്ര ശുഭകരമല്ല എന്ന് ഉറപ്പിച്ച് പറയാം.